പാലക്കാട് പിരായിരി കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. 3/6/2024 മുതൽ 9/6/2024 വരെ. യജ്ഞാചാര്യൻ ഡോക്ടർ ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി. പരിപാടികളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി പകർത്തിയിട്ടുണ്ട്. ഭക്തിയോടുകൂടി കാണുക. ഹരി ഓം.
പുരുഷമീശ്വരം സാധ്യാത്മം സാധിബോധം ച സാധിദൈവം ച സാധവഃ നാനാരൂപാമലകർമാണി സന്യക്ഷോപശമം യഥാ ജ്ഞാനിനോ ജ്ഞാനേന യജന്തി ജ്ഞാനവിഗ്രഹം അന്യേക സംസ്കൃതാത്മാനോ വിധിനാ വിഹിതേന ദേഹി യജന്തി തന്മയ തന്മാനയാസ്തം വൈ ബ്രഹ്മമൂർത്തികം ദോവമാനേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യവിഭേദേന ഭഗവാൻ സമുപാസതേ സർവൈവ ഇദം സർവദേവമഹേശ്വരം അഗ്ന്യദേവതാഭക്ത യജ്ഞദിയാ പ്രഭോ യജ്ഞാദിപ്രഭവാനദ്യ പർജന്യാപൂരിതാ പ്രഭോ വിശന്തി സർവദാ സിന്ധും തദ്ദത്താം ഗതയോന്തര സത്വം രജസ്തമൈതി ഭവത പ്രകൃതേ ഗുണാഃ തേഷു വിപ്രാഗതാപോത ആബ്രഹ്മസ്ഥാവരാദയഃ തുഭ്യം നമസ്തേസു അവിസ്തവിസ്തവേ സർവാത്മനേ സർവനിയാന്ത സാക്ഷിണേ ഗുണപ്രമേ പ്രവാമോയമവിദ്യയാവൃത പ്രവർത്തതേ ദേവനൃത്യാത്മസോം അത്യുമുഖം ദേവനിന്ദ അവനീരന്ത്രീക്ഷണം സൂര്യോ നഭോ വിരദോ ദിശശ്രുതി ദൗഃഖം സുരേന്ദ്രവർണവ കുർഷിമരു പ്രാണബലം പ്രകൽപ്പിതം രോമാണി വിശ്രോതയസ്വിരോരക മേധാപരസ്യാസിനവാനിരേതയ നിനേഷണം രാത്രി പ്രജാപതിം മേഘസ്തുവിശേഷഭവീജമിഷ്യതേ ത്വയ്യാമയാത്മൻ പുരുഷേ പ്രകൽപ്പിത ലോക സപാല ഭവതീവ സങ്കുല യഥേകല സഞ്ജികലേകലോകസോഭി ഉദംബരേവാമശകാമനോമയേ യാനി യാനി രൂപാണി ഏനനാർത്തവിഭക്ഷകി തൈരാമൃഷ്ടസുജോ ലോക മൃഗാദായന്തിയേ ദേശ നമസ്കാരണമസ്യായ പ്രളയാഭിജരായ ഹയശിഷ്ണേ നമസ്തുഭ്യം മധുകൈരവമൃത്യുവേ നമസ്കാരണമസ്യായ പ്രളയാഭിജരായ ഹയശിഷ്ണേ നമസ്തുഭ്യം മധുകൈരവമൃത്യുവേ അഭൂപാരായ ബൃഹദേ നമോ മംഗളദാരിണേ ജ്ഞാനവിഹാരായ നമഃ സൂകരമൂർത്തയേ നമസ്തേ അത്ഭുതസിംഹായ സാധുലോകമയാവഹ വാമനായ നമസ്തുഭ്യം ത്രിഭുവനായ നമോ ഭൃഗൂണാംബദയേ വൃത്തചക്രാനർച്ചിതേ നമസ്തേ രഘുവര്യായ രാവണാന്തകരായ നമസ്തേ വാസുദേവായ നമസംഘർഷണായ പ്രത്യുജ്ഞായ നിരുദ്ധായ സാത്വതാം പദയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനേ നൈക്ഷപ്രായ ശരക്രന്ദേ നമസ്തേ കൽക്കിരൂപിണേ ഭവൻ ജീവലോകോയം മോഹിതസ്തവമായ അഹം മമേത്യ സദ്ഗ്രാഹോ ഗ്രാമ്യതേ കർമ്മവർമ്മസു അഹം ചാത്മാത്മജ നാരദാരാതസുതനാബ്ജും ഭ്രമാമി സദ്ഭവൽപേഷു മൂഢ സത്യധിയഭ്രിഭോ അനിജ്ഞാനാത്മന ദുഃഖേഷു വിപര്യായമതിന്യഹം ഗന്ധാരാമോ വിഷ്ണു ന ജാനേതോത്മനപ്രിയം യഥാ ബുധോ ജലം ഭിത്വാ പ്രതിച്ഛന്നം തദദ്ഭവൈ അവേദ്യം പ്രതിഷ്ണാംബൈ തദ്ദദാഗംബരാമവക നോ സഹേഷം ത്രിവണതി കാമകർമ്മകടം മനഃ യോഗം പ്രമാദിവിച്ചാക്ഷൈ ക്രിയമാണമിതസ്തദാ സ്വഭം തവാന്തി ഭഗതോസ്മ്യഹം സദാ ദുരാഭം തച്ചാപ്യഹം ഭവനദുഃഖൈശമന്യേ പുംസോപവേദർത്തി സംസരണാപവർഗ ഹരിയർജനാഭ സദസദോപവാസനയാമദിസ്യാം നമോ വിജ്ഞാനമാത്രായ സർവഭക്യായ ഹേതവേ പുരുഷേശായ പ്രധാനായ ബ്രഹ്മണേ നന്ദശക്തയേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ഋഷീകേശ നമസ്തുഭ്യം പ്രപന്നം ഭാഗ്യമാം പ്രഭോ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ
ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാദേ അഘോരസുരീനാമ ചത്വാരി സന്തമോऽധ്യായഃ സുഖപ്രിയം ശ്രീശുഭോവാച ഏവമുക്തോ ഭഗവത സ്വക്രൂരോ വിമനായിവ പുരീം പ്രവിഷ്ടകംസായ കർമാവിദ്യേ ദുഃഖൃതം യയോ അതാപരാജ്ഞേ ഭഗവാൻ കൃഷ്ണ സംഘർഷനന്ദിതഃ മധുരാം പ്രാവിശത് ഗോപൈരധിഷ്ഠു പരിവാരിതഃ ദദർശതാം പാടികതുംഗഗോപുരം ദ്വാരാം ബൃഹദ്ധ്യേമ കവാടതോരണം താമ്രാക്ഷഗോഷ്ടം പരികാതുരാസദ ഉദ്യാനരമ്യോ ഭവനോപശോഭിതം സൗവർണശൃംഗാടകഹന്മനിഷ്കൃതേ ശ്രോണീസഭാഭിർഭവനൈരുപസ്കൃതം വൈരൂണ്യവജ്രാമലനീലവിദ്രുവൈ മുക്താഹരിഭ്രൈം ഗളവീഷുവേദിഷു ജുഷ്ടേഷു ജാലാമുഖരന്ദ്രകുട്ടിമേഷു ആവിഷ്ടപാരാവതപർജിനാദിതം രത്യാപണമാർഗചൈതത്വരാം പ്രകീർണമാര്യാങ്കുര രാജതണ്ടുലാം ആപൂർണകുംഭൈഗതി ചന്ദ്രനോഷിതേ പ്രസൂണദീപാവലി വിസ്സപല്ലവേ സംവൃന്ദരംബാരംബാ പ്രമുഖൈ സകേതുഭി സ്വലംകൃത ദോരഭൃസംഭട്ടികൈ താം സംപ്രവിഷ്ടോ വസുദേവനന്ദനോ വൃതോ വയസ്സേ നരദേവവർമ്മന ദഷ്ടം സമീയം ത്വരിതാ പുരസ്ത്രിയോ കർമാണി ജൈവാരാരുമന്മോത്സക തസ്യ വിപര്യകൃതവസ്ത്രഭൂഷണ സ്മൃത്യുച്ചൈകം യുഗളേശോദപാരം പ്രത്യേകപത്രശ്രവണൈകരൂപയാം രക്താഗതീയം സ്വപരാശലോചനം അസ്നന്ദേകാസ്തവാസ്യോത്സവ അഭ്യജ്യമാനാൽ അകൃതോപമജ്ജനാം സഭദ്യം ഉത്ഥായ നിശമ്യ നിസ്വനം പ്രഭായയന്ത്യോ അഭ്രമം അബോഹ്യദ്വാദര മനാംസിതാസാമരവിന്ദലോചന പ്രഗൽഭലീലാഹസിതാവലോകനെ ജഹാരമത്തതിരതേന്ദ്രവിക്രമോ ദൃശാന്തശ്രീ രമണാത്മനോത്സവം ദൃഷ്ടും മുഹുംസുതം അനുകൃത ചേതസസ്തം തത്പ്രേഷണോഹിതദ്രുവോഷണ ലബ്ധമാന ആനന്ദമൂർത്തിവോഹ്യ ദിശാത്മലബ്ധം ഋഷ്യപ്രജോയുരനന്ദമ അനന്തരമിന്ദിര അനന്തമഹിന്ദമാദിം പ്രസാദശിഖരാരൂഢ പ്രേഷ്യുക്കുല്ലമുഖാംബുജാഃ അഭ്യവർഷൻ സ്വമനസേ പ്രമദാബലകേശവോ ദധ്യക്ഷതേ സോദപാത്രൈ പ്രനന്ദ്യേനുപമാഹിനി തവാനർച്ചു പ്രമുദിത തത്ര തത്ര ദിജാതയഃ പൂജോ ഭൗര അഹോ ഗോപ്യാ തവ കിമചരന്മഹൽ യാഹി ഏകാവന പശ്യന്തി നരലോകമഹോത്സവോ രജകം കഞ്ചിതായന്തം രക്തകാരം ഗതാകൃജ തിഷ്ഠായാഗതവാസാംസി ദൗര്യാനി അത്യുത്തമാനി ച ദേഹ്യാവയോ സമുനിതാൻ അംഗവാസാംസി ചാർച്ചതോ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേ നാത്ര സംശയ സയാജിതോ ഭഗവത പരിപൂർണേന സർവദാ സക്ഷേപം രുചിതപ്രാഗ പ്രത്യോരാജ്ഞാ സുധർമ്മദഃ ഈദൃശ്യാനേവ വാസാംസി നിത്യം ഗിരിവനേ ജല പരിദത്ത കിമുക്തിമുക്തിമുക്തിർദ്രവ്യാണി സദാ യാദാശു ബാലിശാമേവം പാഠ്യം യതി ജിജീവിഷ ഭഗ്നന്തി ദുഃഖന്തി വൃത്തം രാജകുലാനി വൈ ഏവം വിഗത്തമാനസ്യ കുപിതോ ദേവകീസുതഃ രജകസ്യ കരാതേന ക്ഷീരകായാതപാതയതം തസ്യാനുജീവനഃ സർവേ വാസാം തേഷാകോശാം വിസർജ്യവേ രുദ്രുവോ സർവതോ മാർഗം വാസാംസി ജഗൃഹേച്യുതാം വസിത്വാത്മപ്രയേ വസ്ത്രേ കൃഷ്ണ സംഘർഷണസ്തദാ ശേഷാണാദിത്യഗോപേഭോ
വിസർജ്യാവി കാണിച്ചത് തദസ്തു വായകാശ്രിത തയോർവേഷമകൽപ്പയത് വിചിത്രവർണ്ണൈ ശൈലേയം ആകൽപ്പിതൈ അനുചിതൈ നാനാലക്ഷണവേഷാഭ്യം കൃഷ്ണരാമോ വിരചിതും സ്വലം കൃതോ ബാലരജോ പർവണീവ സിതേതരോ തസ്യ പ്രസന്നോ ഭഗവാൻ ഭ്രാതരാസ്വരൂ സാരൂപ്യമാത്മനാം ശ്രിയം ച പരമാം ലോകേ ബാലൈശ്വര്യ പ്രതീയം തദസ്തുതാംനോ ഭവനം മാലാകാരസ്യ ജന്മദോ തൗ ദൃഷ്ടാ സാ സമുത്ഥായ നനാമശിരസാ ഭുവി തയോരാസനമാനീയ പാദ്യം ചാർഗ്യാഘണാധിപി പൂജ്യാം സാനുകയോ ചക്രേ സത്രാം ഭൂല സത്സക്രാംബൂലനുലേപനെ പ്രാഹന സാർത്ഥകം ജന്മ പാപിതം ശകുലം പ്രഭോ പിതൃദേവശയോ മഹ്യം തൃഷ്ട്യാഹി ആഗമനേന വാം ഭവന്തോ വില വിശ്വസ്യ ജഗത കാരണം പരം അവതീർണവിഹാസേന ക്ഷേമായ ച ഭവായ ച നഹീവാം വിഷമാദൃഷ്ടി സുഹൃദോ ജഗദാത്മനോ സമയോ സർവഭൂതേഷു ഭജന്തം ഭജതോരഭി താവാജ്ഞാപയതം ബുദ്ധ്യം കിമഹം കരവാണിവ പുംസോ അത്യനുഗ്രഹോ ഹേഷ ഭവദ്ഭിർനിയുജ്യതേ ഈദ്യഭിപ്രേത്യ രാജേന്ദ്ര സുധാമാപീതമാനസഃ ശസ്തൈ സുഗന്ധൈ കുസുമൈ മാലാവിരജിതാദതോ താവിസ്വലം കൃതോ പ്രീതം കൃഷ്ണരാമോ സഹാനുഗോ പ്രണതായ പ്രപന്നായ ദദോർവരദോ വരം സോബീവ പ്രേചലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മിനി തദ്ഭക്തേഷു ച സൗഹാർദ്ദം ബോധേഷു ച ദയം ബോധേഷു ച ദയാം പരം ഇതി തസ്മൈ വരം ദത്വാ ശ്രീയം ജാനയവർദ്ധിനി ബലമായുർയശക്രാന്തിം നിർജഗാമ സഹാഗ്രജ. ஆசை கூறி பூசுரர்கள் பேசி மிக்க மாற்றிட அன்புடன் இன்பமாய் ஆண்டாள் கரத்தினாள் அன்புடன் இன்பமாய் ஆண்டாள் கரத்தினாள் மாலை சாத்தினாள் போதை மாலை மாற்றினாள் மாலை சாத்தினாள் போதை மாலை மாற்றினாள் மாலை சாத்தினாள் மாலை மாற்றினாள் மாலரங்க மாலரங்க மாலரங்க
पतित पावन सीताराम रघुपति राघव रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। रघुपति रघुपति राघव राजा राम पतित पावन सीताराम। रघुपति श्री राम जय जय राम श्री राम जय जय राम श्री राम श्री राम जय जय राम श्री राम जय जय राम श्री राम श्री राम जय जय राम श्री राम जय जय राम श्री राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे कृष्ण 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 हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं गोपेश गोपिका कान्ता राधाकान्त नमोऽस्तुते।
നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത. കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ദേവാ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ശ്രീമദ് ഭാഗവതം കി. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. 5-ാം ദിവസം, നമ്മുടെ അവസാനത്തെ 5-ാം ദിവസത്തെ സത്സംഗം. ഇന്നത്തെ വിഷയം രുക്മിണി സ്വയംവരം എന്നാണ്. അതായത് അവന്റെ ദിവസം പൂർത്തിയാക്കിയിട്ട് നിദ്ര ഉറക്കത്തിലേക്ക്, ദിവസത്തിനെ അവസാനിപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകണം. പക്ഷെ കലിയുഗത്തിന്റെ ദോഷം എന്താന്ന് വെച്ചാൽ പലരും രാത്രി 10 മണിക്ക് ശേഷമാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നത്. 11 മണിക്ക് ഈ മൂങ്ങയെ പോലെ ഇങ്ങനെ വിളിച്ചിരിക്കും. 1 മണിയായാലും ഉറങ്ങില്ല, 2 മണിയായാലും ഉറങ്ങില്ല. അങ്ങനെ രാത്രി ഉറക്കം വരാതെ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? താമസിച്ചു ഉറങ്ങുന്നവർ ആരും കൈവരുത്തില്ല. കാരണം അത് ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. ആ സമയത്തിന്റെ സ്വാധീനമുണ്ടാകും. ആലോചിച്ച് നോക്കും, മൃഗങ്ങളെല്ലാം, കോഴി, പശു, ആട്, നമ്മുടെ വീടുകളിലുള്ള മൃഗങ്ങളെല്ലാം അഴിച്ചുവിട്ടാല് സന്ധ്യയ്ക്ക് ചെന്ന് വിളിക്കേണ്ട കാര്യമില്ല. സൂര്യൻ അസ്തമിക്കുന്ന നേരമാണെങ്കിൽ കോഴി പതുക്കെ അതിന്റെ കൂട്ടിലേക്ക് ഒതുങ്ങുമോ? പശു തിരിച്ച് അതിന്റെ തൊഴുത്തിൽ തന്നെ, അതിന്റെ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുമോ? എല്ലാ
ജന്തു ജീവജാലങ്ങളും അതിന്റെ സ്ഥലത്ത് വരും. നമ്മുടെ മക്കൾ മാത്രം ഒന്നും രണ്ടായാലും വരും. ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. അപ്പൊ ആ സമയം ഉറങ്ങാതെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്തം രാവിലെ സൂര്യോദയത്തിന് മുമ്പേയുള്ള 2.25 മണിക്കൂർ ബ്രഹ്മമുഹൂർത്തം ഭഗവാൻ ഒരു വിളിപ്പുറത്താണ്. കാരണം ആ സമയം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ശുദ്ധമായിരിക്കും. അതേപോലെ രാത്രി 11 മണി കഴിഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കളുടെ സമയമാണ്. ശിവൻ തന്റെ ഭൂതഗണങ്ങളെ അഴിച്ചുവിടുന്ന സമയം. അവർക്കും ഒരു സമയം വേണ്ടി ചുറ്റിക്കറങ്ങാൻ. അതുകൊണ്ട് അതിനുള്ള സമയമാണ്. അപ്പോൾ എന്ത് കർമ്മം ചെയ്താലും ആര് കൂട്ടുനിൽക്കും? ഭൂതപ്രേത പിശാചുക്കൾ കൂട്ടുനിൽക്കും. അതിന്റെ ഫലവും ആസുരിക ഫലമായിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങുക. ഒരു സാധാരണ മനുഷ്യൻ, സാത്വികനായ മനുഷ്യൻ ഒരു 6-6.5 മണിക്കൂർ ഉറങ്ങുന്നതാണ് സാത്വികനായ മനുഷ്യൻ. 8-10 മണിക്കൂർ ഉറങ്ങുന്നവൻ തമോ ഗുണജീവി. തമോ ഗുണത്തിലാണ് അത്രയും നേരം ഉറങ്ങുന്നത്. 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങുന്നതും ദോഷമാണ്. അത് രജോ ഗുണമാണ്. കുറച്ചതുകൊണ്ട് ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, യുക്ത ആഹാര വിഹാരശ്ച യുക്തചേഷ്ടസു കർമ്മഷു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആരാണ് ബാലൻസ്ഡ് ഫുഡ് കഴിക്കുന്നത്? പട്ടിണി കിടക്കാനും പാടില്ല, എന്നാൽ വാരി വലിച്ച് കഴിക്കാനും പാടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നവൻ ആരാ? കേൾക്കുന്നില്ല? യോഗി. ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ യോഗി. ഒരു ദിവസം 2 നേരം കഴിച്ചാൽ ഭോഗി. 3 നേരം കഴിച്ചാൽ രോഗി. 4 നേരം കഴിച്ചാൽ ദ്രോഹി. അവൻ അടുത്തവന്റെ കൂടെ എടുത്ത് കഴിക്കുക. അപ്പോൾ യുക്ത ആഹാര വിഹാരസ്യ, ഭക്ഷണത്തിന് ഒരു മിതമായ ക്രമം. എങ്ങനെ? ആയുർവേദം ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മുക്കോണ ആകൃതി. എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കും. ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, മുക്കോണ ആകൃതി. രാവിലെ കൂടുതൽ കഴിക്കുക. രാജകുമാരനെ പോലെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. ഉച്ചയ്ക്ക് രാജാവിനെ പോലെ കഴിക്കുക. രാത്രി ഭിക്ഷക്കാരനെ പോലെ കഴിക്കുക. അപ്പോൾ ശരീരം എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. രാവിലെ നല്ലോണം കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, സന്ധ്യയ്ക്ക് ഭിക്ഷക്കാരനെ പോലെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടി, ഒരു മുക്കോണ ആകൃതി. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ ട്രയാങ്കിൾ തിരിഞ്ഞുപോയി. രാവിലെ എല്ലാവർക്കും തിരക്കോട് തിരക്ക്. ഫാസ്റ്റ് ഫുഡ് പോലെ കിട്ടിയാൽ കിട്ടി എന്തെങ്കിലും, പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഓഫീസിൽ ടിഫൺ. രാത്രി വന്നിട്ട് വീട്ടിൽ ബാക്കിയുള്ളതും ചട്ടിയിലുള്ളതും ഓർഡർ ചെയ്തതെല്ലാം കൂടെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ വയറുഭാഗവും കയറി അങ്ങ് നിർത്തും. ആയുർവേദം പറയുന്നു തലതിരിഞ്ഞ ഭക്ഷണ രീതിയാ. അതിമനോഹരമായ ഒരു ശ്ലോകം ആയുർവേദത്തിലുണ്ട്. നീ കഴിക്കുന്ന ആദ്യത്തെ 4 കൈപ്പിടിച്ചോറ് നിനക്കും, രണ്ടാമത് കഴിക്കുന്ന 4 കൈപ്പിടിച്ചോറ് വൈദ്യനും വേണ്ടിയാണ് എന്ന്. എന്താ അർത്ഥം? ആദ്യം കഴിക്കുന്നത് എനിക്കും, പിന്നെ കഴിക്കുന്നതെല്ലാം ആർക്കു വേണ്ടിയാ? വൈദ്യന് വേണ്ടിയാണ്. വയറ് കുറച്ച് സമയം കൊണ്ട് തൃപ്തിയാകും, നാവ് തൃപ്തിയാകില്ല. അതെന്താ? ഉരുത്തോടെയോ? അന്ന് രണ്ടിരിക്കും. അതോ കുറച്ചിരിക്കും. വയറ് ഓക്കെയായി, പക്ഷെ എന്ത് ഓക്കെയായില്ല? നാവ് തൃപ്തിയായില്ല. അപ്പോൾ ഭക്ഷണക്രമത്തിനും മനസ്സിനും സമയത്തിനും മനസ്സിനും നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആധ്യാത്മിക വ്യക്തികൾ എന്താ ചെയ്യേണ്ടത്? ഒരു 10-10:30 ഉറങ്ങുക, രാവിലെ 4-4:30 എണീക്കുക. ഈ ഒരു കൃത്യമായ 6 മണിക്കൂർ ഉറക്കം മതി പല അസുഖങ്ങളും ഇല്ലാതെയാകും. ശരിക്കും അസുഖങ്ങളെല്ലാം ആദ്യം മനസ്സിന് വേരുണ്ടായിട്ട് പിന്നെയാണ് ശരീരത്തിൽ വരുന്നത്. മനസ്സ് ക്ലിയറായി കഴിഞ്ഞാൽ പകുതി അസുഖം വരില്ല. മനസ്സ് ഡിസ്റ്റർബായിരിക്കുമ്പോൾ BP കൂടാറുണ്ടോ? അല്ലേ? മനസ്സിന് പ്രയാസമുള്ളപ്പോൾ. അപ്പൊ മനസ്സിലാണ് അതിന്റെ പേര്. മനപ്രയാസമുള്ളപ്പോൾ BP കൂടിക്കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിക്കും, ദഹനം ബാധിക്കും, ഓരോ അസുഖമായിട്ട് മനസ്സ് ശാന്തമായിരുന്നു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല.
മനസ്സിനെ ത്രാണനം ചെയ്യുന്നതത്രേ മന്ത്രം. മനസ്സിന്റെ ഒരു എക്സസൈസാണ് മന്ത്ര എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിനും മനസ്സിനും വലിയൊരു സ്വാധീനമുണ്ട്. ഈ കലിയുഗത്തിൽ ജീവിക്കുന്നവരെ സമയത്തോട് താരതമ്യപ്പെടുത്തി 4 വിഭജിച്ചിട്ടുള്ളത്. ഒന്ന്, സമയത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർ. ഇനിയൊന്ന്, സമയത്തിന്റെ പുറകെ യാത്ര ചെയ്യുന്നവർ. മൂന്നാമത്തത്, സമയത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നവർ. നാലാമത്തത്, സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവർ. സമയത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ ആരാ? സ്വാർത്ഥൻ. സമയത്തിന്റെ കൂടെ ഈ കക്ഷി ഈ പാർട്ടി ജയിച്ചാൽ അവിടെ കൂടും, ഇത് ജയിച്ചാൽ ഇവിടെ കൂടും, എനിക്കെന്ത് ലാഭം. ഇപ്പം ചിലപ്പോൾ നമ്മൾ ആൾക്കാരെടുത്ത് പറയാറുണ്ട്, നാമം ജപിക്കും എന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കും. സ്വാർത്ഥന്മാർ എപ്പോഴും സമയത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർ. അവരും വലിയ കുഴപ്പക്കാരനല്ല. സമയത്തിന്റെ പുറകെ യാത്ര ചെയ്യുന്നവൻ മടിയൻ. എന്ത് പറഞ്ഞാൽ നാളെയാവട്ടെ, അടുത്ത തിങ്കളാഴ്ച തൊട്ടാകട്ടെ, പിന്നീടാകട്ടെ, അവന് ജീവിതത്തിലുള്ള പല അവസരങ്ങളും അവന് നഷ്ടമാണ്. സമയത്തിന്റെ പുറകെ യാത്ര ചെയ്യുന്നവൻ, സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവൻ പാപി. ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നതിനെ ചെയ്യുന്നവൻ. ഇത് ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കണം, അത് പാടില്ല, മത്സ്യമാംസാദികൾ ഭക്ഷണം ഉപേക്ഷിക്കുക, ചെയ്യത്തില്ല, അവർ പാപികൾ. സമയത്തിന് മുമ്പേ യാത്ര ചെയ്യുന്നവൻ വിഷണറി, ദീർഘദർശി. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പണ്ട് കാലത്ത് മുത്തശ്ശന്മാരെല്ലാം ആലും മറ്റേ മാവും ചക്കയൊക്കെ വെച്ചു അവര് കഴിക്കാനാ? ഇല്ല. പിൻഗാമികൾ തലമുറകൾ കഴിക്കാനാ? ഭാവി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്? അതിശയാണല്ലോ. എല്ലാവർക്കും ഏകദേശം ഉണ്ടാകും. ഭഗവാൻ ഗീതയിലൊരു ശ്ലോകമുണ്ട്. അതാണ് ലൈഫ് ഇൻഷുറൻസുകാർ മോഷ്ടിച്ചത്. ലൈഫ് ഇൻഷുറൻസിന്റെ സിംബിൾ കണ്ടാൽ ഒരു ദീപമുണ്ടാകും, അതിന്റെ താഴെ 2 കൈ ഉണ്ടാകും, അതിന്റെ താഴെ സംസ്കൃതത്തിൽ ഒരു വരി എഴുതിയിട്ടുണ്ടാകും, യോഗക്ഷേമം വഹാമ്യഹം എന്നൊരു വാക്കുണ്ടാകും. അത് ഭഗവത്ഗീത 9-ാം അധ്യായത്തിലുള്ള ശ്ലോകമാണ്. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഈ വരിയാണ് ഇൻഷുറൻസുകാർ കോപ്പിയടിച്ചത്. കൃഷ്ണ ഭഗവാൻ പറയുന്നു, അനന്യശ്ചിന്തയന്തോ മാം, വേറെ ചിന്തകളൊന്നും അനന്യമായ ചിന്തകളില്ലാതെ, യേ ജനാ പര്യുപാസതേ, ആരാണോ എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, അവന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ സംരക്ഷിക്കും, അവന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ഞാൻ നൽകുകയും ചെയ്യും. മെഷീനിൽ കുറെ ജോലി ചെയ്യുന്ന സമയത്ത് കൈ മുറിഞ്ഞുപോയി, LIC-കാരുടെ പുതിയ കൈ തരുമോ? പുതിയ കൈയോടാണ് തരുമോ? പൈസയെ തരുമോ? എല്ലാ നഷ്ടങ്ങളും പൈസ കൊണ്ട് നികത്താൻ സാധിക്കുമോ? പക്ഷെ ഭഗവാന്റെ ഇൻഷുറൻസ് കമ്പനി എന്താ പറയുന്നത്? തേഷാം നിത്യവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ ഞാൻ സംരക്ഷിക്കും, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. എത്ര പേർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ മെമ്പറാവണം? ഭഗവാന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ അതിനോ ചിലർ ആലോചിക്കാനാണോ? മഹാഭാരത യുദ്ധത്തിൽ നല്ല ഒരു ഉപദേശപാഠമുണ്ട്. പാണ്ഡവര് വിജയിച്ചു. അപ്പൊ അർജുനന് ചെറിയ ഒരു മമത. സ്വന്തമായി കഷ്ടപ്പെട്ട് വീടുകൾ പണിത ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ. എത്ര പേരെ സ്വന്തമായിട്ട് വീട് വെച്ചത്? കുറേ പേര്. അത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അഹങ്കാരം വരുമോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ല ഇല്ല, തീർച്ചയായിട്ടും വരും അല്ലേ? എന്തോ വലിയ സാധന ചെയ്തതുപോലെയും നമ്മളെന്തോ നേടിയതുപോലെയും ഉടനെ ബന്ധുമിത്രാദികളെല്ലാം വിളിച്ചിട്ട്, അറിയാമോ, ഈ കണ്ണട ഞാൻ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാ, ഈ മാർബിൾ ഞാൻ ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ, അതാ ഇതാ, ഇങ്ങനെ നമ്മുടെ സ്വന്തം കഥകൾ പറയും. സ്വാഭാവികം, എല്ലാവരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ 18 ദിവസം യുദ്ധവും കഴിഞ്ഞപ്പോ അർജുനന് ഒരു ചിന്ത, മനോഹരമായി യുദ്ധം ചെയ്തു ഞാൻ,
പരാക്രമികളെല്ലാം തോൽപ്പിച്ചു, ഭീഷ്മരെയും കർണനെയും എല്ലാവരെയും തോൽപ്പിച്ചു. ഒരു ചെറിയ ഒരു അഹങ്കാരം ഉണ്ടായി. രഥം ഹസ്തി ഇന്ദ്രപ്രസ്ഥത്തിൽ കൊട്ടാരത്തിന്റെ മുമ്പേ രഥം വന്ന് നിന്നു, കുതിരകളെല്ലാം നിന്നു. അർജുനൻ വിചാരിച്ചു, കൃഷ്ണ ഭഗവാൻ ആദ്യം രഥത്തിലിരുന്ന് ഇറങ്ങിപ്പോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഒരു അഹങ്കാരം. എന്താണ്? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഗമയിലൊക്കെ ഒന്ന് നടക്കാം. അന്ന് നോക്കി കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. പറയാൻ പറ്റുമോ കൃഷ്ണ ഇറങ്ങിപ്പോന്ന്? അർജുനൻ കുറച്ചു നേരം കാത്തിരുന്നു, കൃഷ്ണ ഭഗവാൻ ഇറങ്ങുന്നില്ല. തൻ്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞപ്പോ പിന്നെ അർജുനൻ മിണ്ടാതെ രഥത്തിൽ നിന്ന് ഇറങ്ങി കുറെ പോയി. അർജുനൻ ഒരുപാട് അകലെ പോയതിനു ശേഷം കൃഷ്ണ ഭഗവാൻ രഥത്തിലിരുന്ന് ഇറങ്ങി കാല് വെച്ചു. നിലത്ത് കാല് വെച്ച നിമിഷം ഭയാനകമായ ശബ്ദത്തോട് രഥം 1000 കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. എന്താ സംഭവിച്ചത്? ഭീഷ്മരയച്ച അസ്ത്രം കർണൻ, അശ്വത്ഥാമ, ദുര്യോധനൻ, ദുശാസനൻ, ശല്യര് ഇവരെല്ലാം അയച്ച അസ്ത്രങ്ങള് ആ രഥത്തിൽ കുത്തിത്തറച്ചിരുന്നു. ഒന്നും പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ട് ആ അസ്ത്രങ്ങൾ പ്രവർത്തിച്ചില്ല? രഥത്തിൽ ആരിരുന്നത് കൊണ്ട്? ഭഗവാൻ. ജയസ്തു പാണ്ഡുപുത്രാനാം തേഷാം പക്ഷ ജനാർദ്ദന. പാണ്ഡവന്മാർ എന്തുകൊണ്ട് വിജയിച്ചു? അവരെ കഴിവ് കൊണ്ടല്ല, തേഷാം പക്ഷ, അവരെ പക്കൽ ജനാർദ്ദനൻ ഉണ്ടായി. അർജുനൻ വിചാരിച്ച പോലെ ആദ്യം കൃഷ്ണ ഭഗവാൻ അങ്ങ് ഇറങ്ങി പോയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കും? അർജുനന്റെ കഥ തീരും, ഇല്ലേ? അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യത്തെ. അഹങ്കാരിയായ മനുഷ്യൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോ മനസ്സിനും സമയത്തിനും ബന്ധമുണ്ട്, മനസ്സിനും ഭക്തിക്കും ബന്ധമുണ്ട്. ഈ മനസ്സിനെ ശുദ്ധമായി വെക്കുന്ന പ്രക്രിയയാണ് നാമജപം. ദിവസം നമ്മൾ മന്ത്ര ത്രായത്തെ ഇതി മനഃ, മനസ്സിനെ അഴുക്കിലിരുന്ന് ഉയർത്തുന്നത്. ഇപ്പൊ ഇന്ന് ആധുനിക കാലത്ത് എത്രയോ അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കൗൺസിലർമാരെ വെച്ചിട്ടുണ്ട്. അവരെ കൂടെ ചെന്ന് 1/4 മണിക്കൂർ ഇരിക്കുമ്പോൾ അവരിത് കഴിക്കണം, അത് കഴിക്കരുത്, ജീവിതശൈലി മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കൗൺസിലർ എല്ലാം പറഞ്ഞിട്ട് ഒരു 4000 രൂപ ബില്ലും അടിച്ചു തരും. ഈ കാര്യമെല്ലാം ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കീ. ഇനി അടുത്ത നമ്മുടെ വിഷയം രുക്മിണീ സ്വയംവരമാണ്, വിവാഹം. അതായത് പണ്ട് എന്തുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു? ഭഗവാൻ എന്തുകൊണ്ടാണ് ഉറങ്ങാതെ കാത്തിരിക്കുന്നത്? ഭഗവാൻ ഒരു കത്ത് വരുന്ന കാര്യം ഭഗവാൻ ഉറങ്ങാതെ
iPhone 4S is full. iPhone 4S is full.
എല്ലാ ഭക്തന്മാരും ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം. ഈ മുന്നിൽ നിൽക്കുന്ന ഭക്തന്മാരും ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണാം. ഇവിടെ നിൽക്കുന്ന ഭക്തന്മാരൊന്ന് വഴിവിടണം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മാതാജിമാർ ഒന്ന് സമയം വഴിവിടണം. എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഹരേ കൃഷ്ണ. അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാല മാറ്റണം. ഇപ്പൊ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാല മാറ്റിക്കോ, മാല മാറ്റിക്കോ. Mangalam, 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 Srinivasanikam, Rukmini Devikam, Nitya Thiru Kalyana Mangalam, Nitya Thiru Kalyana Mangalam, Mangalam, Jaya Mangalam, Nitya Shubha Mangalam, Jaya Mangalam, Nitya Shubha Mangalam, Jaya Mangalam, Nitya Shubha Mangalam. Mangalam, Mangalam, Loganathe, Mangalam, Mangalam, Mayodesha, Mangalam, Rendu Perkum, Mangalam, Everkum, Nirmilate, Manmada, Manmadan, Mayodeshan, Kanmani, Yagiya, Sukiniye, Sambodam, Veli, Kadichovanu, Kenvinan, Mangalam, Vaidapi, Rukmini, Tamburati, Vaidabhyam Vanichu Vendapole, Kaivalya Dadavam Nandajani, Kaivari Chennadu Bhagyamali, Punyam Ni Arvecho Nuruvenam, Punya Punya Tingal Malachatan, Punyavam Sammelichu, Punyamulagiyularnilate, Premantodonnu Vilichenagil, Amayam Ketuvan Krishnanittum, Padam Vidichu Kadayunnoli,
പിടിച്ചവർ പാലിച്ചിടും. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം രുക്മിണിക്ക് ദുഃഖവിനാശനൻ കാവർണ്ണന്റെ ചൊൽക്കണ്ടജായ പദത്തെ നൽകി. എത്ര ശിശുമക്കളുണ്ടായാലും എത്രയോ രുക്മിണിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്രേ ലോകത്തിൽ ജയിക്കുമാരും. അമ്മ കഴിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അജ്ജവന്നിട്ടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയായ ശരണേ. പാലിക്കേ നന്നായെ സാധിക്കുന്ന നാരദൻ കൂട്ടിക്കൊളുത്തിയിട്ട ലോകവിമോഹനായ വേളി ലോകത്തിൽ മംഗളത്തെ പുത്തനാക്കിയൊരു ദ്വാരകയിൽ ആർത്തമോദം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കൂടി വെച്ചു ഭാഗ്യം. ആറപ്പൂവായി കുരവാരവും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു പോലെ വേദജ്ഞോതിയ വേണിയൊത്തും പാവനമാം ദേവി പൂജാരിയും എന്നല്ല സത്യയും സമ്മാനവും ഒന്നും ഇവരിൽ കാണുമാറാം. ജയമംഗളം ശുഭമംഗളം ജയമംഗളം ശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം. ശ്രീ രാധാ ഗോവിന്ദ ജി की പൂജ